ഹായ് ഗെയ്സ്, വെൽക്കം ടു വീലേൻ. ഇന്ത്യൻ ഭരണഘടനയിലെ വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ പലപ്പോഴൊക്കെ നമുക്ക് സംശയം വരുന്നതുമായ ഒരു ടോപ്പിക്കാണ് അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ എമർജൻസി പ്രൊവിഷൻസ്. ഇന്ത്യൻ ഭരണഘടനയുടെ 18-ാം ഭാഗം അല്ലെങ്കിൽ പാർട്ട് 18-ൽ ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയുള്ള ഭാഗങ്ങളിലാണ് അടിയന്തരാവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വ്യവസ്ഥകൾ രൂപം കൊണ്ടുവന്നതിൻ്റെ പ്രധാന ലക്ഷ്യം ഇതാണ്: നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലുമൊക്കെ അസാധാരണമായ ഒരു സാഹചര്യം രൂപപ്പെട്ടു വരികയാണ്. അങ്ങനെ രൂപപ്പെട്ടു വരുന്ന സാഹചര്യത്തെ ഫലപ്രദമായി നേരിടുവാൻ കേന്ദ്ര സർക്കാരിനെ പ്രാപ്തരാക്കുക എന്നതാണ് അടിയന്തരാവസ്ഥയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി മാറുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇത്തരം വ്യവസ്ഥകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അതിന് ചില വ്യക്തമായ കാരണങ്ങളുണ്ട്. രാജ്യത്തിൻ്റെ പരമാധികാരം, ഐക്യം, അഖണ്ഡത, സുരക്ഷ, ജനാധിപത്യ രാഷ്ട്രീയ വ്യവസ്ഥ, ഒപ്പം ഭരണഘടനയെ തന്നെ സംരക്ഷിക്കുക എന്നതാണ് ഇതിന് പിന്നിലെ കാരണം. ഒരു അടിയന്തരാവസ്ഥ നിലവിൽ വരുന്ന കാലം കേന്ദ്ര സർക്കാർ അതിൻ്റെ ഏറ്റവും ശക്തമായ രൂപത്തിലേക്ക് മാറുകയും സംസ്ഥാനങ്ങൾ പൂർണ്ണമായും കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിൽ ആകുകയും ചെയ്യുന്നു. ഇത് സാധാരണ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഫെഡറൽ ഘടനയിലൂടെ നമ്മുടെ ഭരണ സംവിധാനത്തെ പൂർണ്ണമായും ഭരണഘടനയ്ക്ക് യാതൊരു മാറ്റവും വരുത്താതെ തന്നെ ഒരു യൂണിറ്ററി അല്ലെങ്കിൽ ഏകീകൃത ഘടനയിലേക്ക് മാറുവാനായി സഹായിക്കുകയും ചെയ്യും. ഇതിനെക്കുറിച്ച് ഡോക്ടർ BR അംബേദ്കർ പറയുന്നത് ഇങ്ങനെയാണ്: അമേരിക്കൻ ഭരണഘടനയടക്കമുള്ള എല്ലാ ഫെഡറൽ സംവിധാനങ്ങളും കർശനമായ ഫെഡറലിസത്തിൻ്റെ ചട്ടക്കൂടിൽ ഒരുങ്ങി നിൽക്കുന്നു. എന്ത് സാഹചര്യം ഉണ്ടായാലും അതിനതിൻ്റെ രൂപവും ഭാവവും മാറ്റുവാനായി സാധിക്കുന്നതല്ല. അതിനൊരിക്കലും ഏകീകൃതമാകുവാനായി സാധിക്കില്ല. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് സമയത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും ആവശ്യകത അനുസരിച്ച് ഏകീകൃതവും ഫെഡറലുമാകുവാനായി സാധിക്കും. സാധാരണ സമയങ്ങളിൽ ഇതൊരു ഫെഡറൽ സംവിധാനമായി പ്രവർത്തിക്കുവാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങളിൽ ഇതൊരു യൂണിറ്ററി അല്ലെങ്കിൽ ഏകീകൃത സംവിധാനം പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ 3 തരം അടിയന്തരാവസ്ഥകളെക്കുറിച്ചാണ് പറയുന്നത്. സാധാരണ പരീക്ഷകൾക്ക് ഇത് 3ഉം ചോദിക്കാറുമുള്ളതാണ്. ഒന്നാമതായി നാഷണൽ എമർജൻസി അല്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352-ലാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. യുദ്ധം, ബാഹ്യമായ ആക്രമണം, അതുമല്ലെങ്കിൽ ആംഡ് റെബലിയൻ അല്ലെങ്കിൽ സായുധ കലാപം എന്നീ സാഹചര്യങ്ങളിലാണ് ആർട്ടിക്കിൾ 352-ന് കീഴിലുള്ള നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നത്. ഈ സാഹചര്യത്തെ ഭരണഘടനയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. രണ്ടാമത്തെ അടിയന്തരാവസ്ഥയാണ് പ്രസിഡൻസ് റൂൾ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 356-ലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഒരു സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനം തകരുന്ന സമയത്താണ് ഇത് പ്രഖ്യാപിക്കുക. ഇത് സംസ്ഥാന അടിയന്തരാവസ്ഥ, സ്റ്റേറ്റ് എമർജൻസി, അല്ലെങ്കിൽ ഭരണഘടനാ അടിയന്തരാവസ്ഥ, കോൺസ്റ്റിറ്റ്യൂഷൻ എമർജൻസി എന്നും അറിയപ്പെടാറുണ്ട്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഇതാണ്: ഈ സാഹചര്യത്തെ സൂചിപ്പിക്കുവാനായി ഭരണഘടനയിൽ അടിയന്തരാവസ്ഥ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. മൂന്നാമത്തെയാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ എമർജൻസി. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 360-ലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്കോ അല്ലെങ്കിൽ സാമ്പത്തിക നിലനിൽപ്പിനോ ഭീഷണി നേരിടുന്ന സമയത്താണ് ആർട്ടിക്കിൾ 360-ന് കീഴിലുള്ള ഫൈനാൻഷ്യൽ എമർജൻസി പുറപ്പെടുവിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഇതുവരെ നിലവിൽ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ പോലും പ്രഖ്യാപിച്ചിട്ടില്ല. അടുത്തതായി നമ്മൾ പഠിക്കുവാനായി പോകുന്നത് ദേശീയ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ നാഷണൽ എമർജൻസിനെ കുറിച്ചാണ്. അപ്പോൾ എന്തൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് അടുത്തറിയാം. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 352 അനുസരിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെയോ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാകുകയാണെങ്കിൽ രാഷ്ട്രപതിക്ക് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനായി സാധിക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഭീഷണികൾ? അത് ചിലപ്പോൾ യുദ്ധമാകാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഗ്രഷനാകാം, അതുമല്ലെങ്കിൽ ഒരു സായുധ കലാപം അല്ലെങ്കിൽ ആംഡ് റെബലിയൻ ആയിരിക്കാം. ഇവിടെ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. യഥാർത്ഥത്തിൽ ഒരു യുദ്ധമോ ആക്രമണമോ അല്ലെങ്കിൽ ഒരു സായുധ കലാപമോ നടക്കുന്നതിന് മുൻപ് തന്നെ ഒരു ഇമ്മിനന്റ് ഡേഞ്ചർ അല്ലെങ്കിൽ അസന്നമായ ഒരു അപകടം ഉണ്ടെന്ന്
രാഷ്ട്രപതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനായി സാധിക്കുന്നതുമാണ്. ഇവിടെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അറിഞ്ഞിരിക്കേണ്ടതായുണ്ട്. 1975 38ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് നിലവിൽ നമ്മുടെ രാജ്യത്ത് ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നിലവിലുണ്ടെങ്കിൽ പോലും യുദ്ധമോ ബാഹ്യമായ ആക്രമണമോ സായുധ കലാപമോ അല്ലെങ്കിൽ ഒരു ഇമ്മിനന്റ് ഡേഞ്ചറോ ഉണ്ടെങ്കിൽ അവയുടെ പേരിൽ രാഷ്ട്രപതിക്ക് പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തുവാനായി സാധിക്കുന്നതാണ്. ദേശീയ അടിയന്തരാവസ്ഥയെ നമ്മൾ 2 വിഭാഗങ്ങളായി തരംതിരിക്കാറുണ്ട്. ഒന്നാമത്തതാണ് എക്സ്റ്റേണൽ അഗ്രഷൻ. ഇത് ഒരു യുദ്ധത്തിൻ്റെയോ അല്ലെങ്കിൽ ബാഹ്യമായ ഒരു ആക്രമണത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് പ്രഖ്യാപിക്കപ്പെടുന്നത്. രണ്ടാമത്തതാണ് ഇന്റേണൽ എമർജൻസി. ഇത് നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെ ഒരു സായുധ കലാപം അല്ലെങ്കിൽ ആംഡ് റെബല്യൻ നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രഖ്യാപിക്കപ്പെടുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തൊരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ പ്രഖ്യാപിക്കുന്ന ഈ അടിയന്തരാവസ്ഥ രാജ്യത്ത് മുഴുവനായും ബാധകമാകുന്ന രീതിയിലും പ്രഖ്യാപിക്കുവാനായി സാധിക്കും. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രമായി പരിമിതിപ്പെടുത്തുവാനും നമുക്ക് സാധിക്കുന്നതാണ്. ഇന്ത്യയുടെ 42ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് രാഷ്ട്രപതിക്ക് ഈ ഒരു അധികാരം ലഭിച്ചത്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭരണഘടനയിൽ ആംഡ് റെബലിയൻ എന്ന പദത്തിന് പകരമായി ഉണ്ടായിരുന്നത് ഇന്റേണൽ ഡിസ്റ്റർബൻസസ് അല്ലെങ്കിൽ ആഭ്യന്തര കലഹമെന്നായിരുന്നു. എന്നാൽ ഈ പദം വളരെ അവ്യക്തവും വിശാലമായ അർത്ഥവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 1975 ഇന്ദിരാഗാന്ധി സർക്കാരിൻ്റെ കാലത്ത് ഈ പദം ദുരുപയോഗം ചെയ്തുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് വളരെ വലിയ വിവാദങ്ങൾക്ക് കാരണമായി മാറുകയുണ്ടായി. അങ്ങനെ ഇതൊഴിവാക്കുവാനായി 44ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് 1978 ആഭ്യന്തര കലഹം അല്ലെങ്കിൽ ഇന്റേണൽ ഡിസ്റ്റർബൻസസ് എന്ന പദത്തിന് പകരമായി സായുധ കലാപം അല്ലെങ്കിൽ ആംഡ് റെബലിയൻ എന്ന വാക്ക് കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് ഇനി മുതൽ ഇന്റേണൽ ഡിസ്റ്റർബൻസസ് എന്ന പേരിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനായി നമ്മുടെ രാജ്യത്ത് സാധിക്കാത്ത ഒരവസ്ഥ വന്നെത്തിച്ചേരുകയും ചെയ്തു. നമ്മുടെ രാജ്യത്ത് രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ ക്യാബിനറ്റിന്റെ രേഖാമൂലമുള്ള ശുപാർശ ലഭിച്ചിരിക്കേണ്ടതായുണ്ട്. ഇതിനർത്ഥം പ്രധാനമന്ത്രിയുടെ മാത്രം ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനേ സാധിക്കുകയില്ല. മന്ത്രിസഭയുടെ മൊത്തത്തിലുള്ള അംഗീകാരം ഇതിന് ആവശ്യമാണ്. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി മന്ത്രിസഭയുമായി യാതൊരു തരത്തിലുമുള്ള കൂടിയാലോചനകൾ ഇല്ലാതെയാണ് രാഷ്ട്രപതിക്ക് ഉപദേശം നൽകിയത്. അങ്ങനെ രാഷ്ട്രപതി ഈ പ്രഖ്യാപനം നടത്തിയതിന് ശേഷം മാത്രമാണ് മന്ത്രിസഭയെ അന്ന് വിവരമറിയിച്ചത്. ഇങ്ങനെയുള്ള ഈ സാഹചര്യം ഒഴിവാക്കുവാൻ വേണ്ടിയാണ് 44ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിൽ ഈ പുതിയ വ്യവസ്ഥ കൊണ്ടുവരികയും ചെയ്തത്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ നാഷണൽ എമർജൻസി എന്നുള്ളത് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണോ? 1975 38ാമത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്നും ഒഴിവാക്കുകയുണ്ടായി. അതായത് കോടതികൾക്ക് ഈ വിഷയത്തിൽ ഇടപെടുവാനായി സാധിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് 1978 44ാമത് ഭരണഘടനാ ഭേദഗതി വരികയും ഈ വ്യവസ്ഥയെ നീക്കം ചെയ്യുകയും ചെയ്തു. പിന്നീട് സുപ്രീം കോടതിക്ക് മുൻപിലെത്തിയ ഒരു കേസായിരുന്നു മിനർവ മിൽ കേസ്. ഈ കേസ് സുപ്രീം കോടതിയുടെ മുൻപിലെത്തുകയും സുപ്രീം കോടതി ഒരു പ്രധാന വിധി പുറപ്പെടുവിപ്പിക്കുകയും ചെയ്തു. ഒരു ദേശീയ അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനം ദുരുദ്ദേശപരമാണെങ്കിൽ, അതുമല്ലെങ്കിൽ പൂർണ്ണമായും അപ്രസക്തമായ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണെങ്കിൽ അത് കോടതികളിൽ ചോദ്യം ചെയ്യാമെന്ന് നമ്മുടെ സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾ അടുത്തറിയുവാനായി പോകുന്നത് ആ പ്രഖ്യാപനത്തിന് നമ്മുടെ പാർലമെന്റ് എങ്ങനെയാണ് അംഗീകാരം നൽകുന്നത്, എത്ര കാലത്തേക്ക് അത് നിലനിൽക്കും, എങ്ങനെയാണ് അത് റദ്ദ് ചെയ്യപ്പെടുന്നത് തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആ പ്രഖ്യാപനത്തിന്റെ 1 മാസത്തിനുള്ളിൽ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും അംഗീകാരം ലഭിച്ചിരിക്കേണ്ടതായുണ്ട്. ആദ്യം ഈ കാലയളവ് 2 മാസമായിരുന്നു. എന്നാൽ 1978 44ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് പ്രകാരം ഈ കാലാവധി 1 മാസമായി കുറയ്ക്കുകയുണ്ടായി. എന്നാൽ പലപ്പോഴും
സാഹചര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. നമുക്കൊരു പ്രത്യേക സാഹചര്യം ഇവിടെ നോക്കാം. ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ലോക്സഭ പിരിച്ചുവിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ പ്രഖ്യാപനത്തിന് അംഗീകാരം നൽകുന്നതിന് മുമ്പ് ലോക്സഭ പിരിച്ചുവിടുകയാണെങ്കിൽ എന്തു സംഭവിക്കും? ഇങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ രാജ്യസഭ പ്രഖ്യാപനത്തിന് അംഗീകാരം നൽകിയിട്ടുണ്ടെങ്കിൽ ലോക്സഭ പുനഃസംഘടിച്ച് പുതിയ ലോക്സഭയുടെ ആദ്യ യോഗം കഴിഞ്ഞ് 30 ദിവസം വരെ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നതാണ്. ഈ 30 ദിവസത്തിനുള്ളിൽ പുതിയ ലോക്സഭ ഇതിന് അംഗീകാരം നൽകേണ്ടതായുമുണ്ട്. നമ്മുടെ രാജ്യത്ത് പാർലമെന്റിന്റെ ഇരുസഭകളും അടിയന്തരാവസ്ഥയ്ക്ക് അംഗീകാരം നൽകുകയാണെങ്കിൽ അത് 6 മാസത്തേക്ക് തുടർന്നു പോകുകയും പിന്നീട് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ഓരോ 6 മാസം കൂടുമ്പോഴും പാർലമെന്റിന്റെ അംഗീകാരത്തോടുകൂടി അടിയന്തരാവസ്ഥ അനിശ്ചിത കാലത്തേക്ക് നീട്ടുവാനായി സാധിക്കുന്നതുമാണ്. ഇങ്ങനെയൊരു വ്യവസ്ഥ, അതായത് ഓരോ 6 മാസം കൂടുമ്പോഴും പാർലമെന്റിന്റെ അംഗീകാരം നേടണമെന്നുള്ള വ്യവസ്ഥ 1978 44ാമത് ഭരണഘടനാ ഭേദഗതിയോടുകൂടിയാണ് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. ഈ ഭേദഗതിക്ക് മുൻപ് ഒരു തവണ പാർലമെന്റ് അംഗീകാരം നൽകുകയാണെങ്കിൽ പിന്നീട് ക്യാബിനറ്റിന് ആവശ്യമുള്ള അത്രയും കാലം അത് തുടരുവാനായി സാധിക്കുമായിരുന്നു. ഇത് വലിയ രീതിയിലുള്ള അധികാര ദുർവിനിയോഗത്തിന് സാധ്യതകൾ നൽകുകയും ചെയ്തിരുന്നു. ഈ ഒരു കാര്യം ഒഴിവാക്കുവാൻ വേണ്ടിയാണ് 1978 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഓരോ 6 മാസം കൂടുമ്പോഴും പാർലമെന്റ് വീണ്ടും ഇത് അംഗീകാരം നൽകണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നത്. ഇനി ഇത് എങ്ങനെയാണ് സഭ അംഗീകാരം നൽകുന്നത്? അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനത്തിനോ അതിൻ്റെ തുടർച്ചയ്ക്കോ അംഗീകാരം നൽകുന്ന എല്ലാ പ്രമേയങ്ങളും പാർലമെന്റിന്റെ ഓരോ സഭയിലും പ്രത്യേക ഭൂരിപക്ഷം അല്ലെങ്കിൽ സ്പെഷ്യൽ മജോറിറ്റിയോടുകൂടി പാസ്സാക്കേണ്ടതായുണ്ട്. ഇനി എന്താണ് ഈ സ്പെഷ്യൽ മജോറിറ്റി? ആ സഭയിലെ ആകെ അംഗങ്ങളുടെ ഭൂരിപക്ഷം വേണ്ടതായുണ്ട്. അതുപോലെ തന്നെ സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളിൽ 2/3 ഭാഗത്തിൽ കുറയാത്ത അംഗങ്ങളുടെ പിന്തുണയും വേണം. ഈ പ്രത്യേക ഭൂരിപക്ഷം എന്ന വ്യവസ്ഥയും 44ാം കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റോടുകൂടി 1978 കൊണ്ടുവന്നത്. ഇതിനു മുമ്പ് സിമ്പിൾ മെജോറിറ്റി അല്ലെങ്കിൽ സാധാരണ ഭൂരിപക്ഷത്തിലൂടെ ഈ പ്രമേയങ്ങൾ പാസ്സാക്കുവാനായി ഇന്ത്യയിൽ സാധിക്കുമായിരുന്നു. ഇനി എങ്ങനെയാണ് അടിയന്തരാവസ്ഥ റദ്ദ് ചെയ്യുന്നത്? രാഷ്ട്രപതിയുടെ പ്രഖ്യാപനം വഴി ഇത് റദ്ദ് ചെയ്യുവാനായി സാധിക്കും. രാഷ്ട്രപതിക്ക് ഒരു പ്രഖ്യാപനത്തിലൂടെ ഏത് സമയത്തും അടിയന്തരാവസ്ഥ റദ്ദ് ചെയ്യാനായി സാധിക്കും. ഇതിന് പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമില്ല. രണ്ടാമതായി, ലോക്സഭയുടെ ഒരു പ്രമേയം വഴി അടിയന്തരാവസ്ഥയുടെ തുടർച്ചയോട് ലോക്സഭയ്ക്ക് യോജിപ്പില്ലെങ്കിൽ അത് സംബന്ധിച്ച് ഒരു പ്രമേയം പാസാക്കി ഇത് റദ്ദ് ചെയ്യുവാനായി ആവശ്യപ്പെടാം. ഈ സുരക്ഷാ സംവിധാനം കൊണ്ടുവന്നത് 1978 44ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റോട് കൂടിയാണ്. ഈ ഭേദഗതിക്ക് മുൻപ് അടിയന്തരാവസ്ഥ റദ്ദാക്കുവാനായി ലോക്സഭയ്ക്ക് യാതൊരു പങ്കുമുണ്ടായിരുന്നില്ല. കൂടാതെ 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം മറ്റൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥ കൂടി കൊണ്ടുവരികയുണ്ടായി. ലോക്സഭയിലെ ആകെ അംഗങ്ങളുടെ 10ൽ 1 പേർ ചേർന്ന് ഒരു പ്രമേയം സമർപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? അടിയന്തരാവസ്ഥ റദ്ദ് ചെയ്യുന്നത് ചർച്ച ചെയ്യുവാനായി. അങ്ങനെ 14 ദിവസത്തിനുള്ളിൽ ഒരു പ്രത്യേകം വിളിച്ചു ചേർക്കുവാനായി സ്പീക്കറോടോ, ഇനി ലോക്സഭ സമ്മേളിക്കാത്ത സമയത്താണെങ്കിൽ രാഷ്ട്രപതിയോടോ ആവശ്യപ്പെടുവാനായി സാധിക്കുകയും ചെയ്യും. സാധാരണയായി നമുക്ക് എക്സാമുകളിൽ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ അംഗീകാരം നൽകുന്ന പ്രമേയവും അതുപോലെ തന്നെ റദ്ദാക്കുന്ന പ്രമേയവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്ന രീതിയിൽ. ഈ 2 പ്രമേയങ്ങൾ തമ്മിൽ 2 പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളുണ്ട്. പരീക്ഷകൾക്ക് ഇത് പലപ്പോഴും ചോദിക്കാറുമുണ്ട്. ഒന്നാമതായി, അംഗീകാരം നൽകുന്നത് പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയാൽ മാത്രമേ ഇത് അംഗീകാരം ലഭിക്കുകയുള്ളൂ. എന്നാൽ റദ്ദാക്കുന്ന പ്രമേയം ലോക്സഭ മാത്രം പാസാക്കിയാൽ മതിയാകും. രണ്ടാമതായി, അംഗീകാരം നൽകുന്ന പ്രമേയം പ്രത്യേക ഭൂരിപക്ഷത്തോടുകൂടി അല്ലെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റിയോടുകൂടി പാസ്സാക്കേണ്ടതായുണ്ട്. എന്നാൽ റദ്ദാക്കുന്ന പ്രമേയം സാധാരണ ഭൂരിപക്ഷം അല്ലെങ്കിൽ സിമ്പിൾ മെജോറിറ്റിയോടുകൂടി പാസ്സാക്കിയാൽ മതിയായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാഷണൽ എമർജൻസി എങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത് എന്നും അതിൻ്റെ കാലാവധി എന്താണെന്നും അത് എങ്ങനെയാണ് റദ്ദ് ചെയ്യുന്നതെന്നും നമ്മൾ അടുത്തറിയുകയുണ്ടായി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം ഇതാണ്. ഒരു ദേശീയ അടിയന്തരാവസ്ഥ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സംവിധാനത്തിൽ ഉണ്ടാക്കുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ്. ഈ മാറ്റങ്ങളെ നമുക്ക് പ്രധാനമായും 3ആയി തരംതിരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഒന്നാമതായി, കേന്ദ്രവും
സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ. രണ്ടാമതായി ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധിയിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ. മൂന്നാമതായി മൗലിക അവകാശങ്ങളിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യമായി തന്നെ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് അടുത്തറിയാം. ഒരു ദേശീയ അടിയന്തരാവസ്ഥ നിലവിലുള്ള സമയം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ സാധാരണ ഘടനയ്ക്ക് വലിയ മാറ്റങ്ങൾ വരുന്നതാണ്. ഇതിന് നമുക്ക് 3 തലങ്ങളിൽ പഠിക്കാനായിട്ട് സാധിക്കും. എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഭരണനിർവഹണം, ലെജിസ്ലേറ്റീവ് അല്ലെങ്കിൽ നിയമനിർവഹണം, സാമ്പത്തികം അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ. ഒന്നാമത്തതാണ് ഭരണനിർവഹണം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്. ഒരു ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് കേന്ദ്ര സർക്കാരിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരം വർദ്ധിക്കുകയും ഏതൊരു സംസ്ഥാനത്തെയും അതിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരം എങ്ങനെ വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ച് കേന്ദ്രത്തിന് നിർദ്ദേശങ്ങൾ നൽകുവാനായി സാധിക്കുന്നതുമാണ്. രണ്ടാമതായി നമുക്ക് സാധാരണ സമയങ്ങളിൽ ചില പ്രത്യേക കാര്യങ്ങളിൽ മാത്രമേ കേന്ദ്രത്തിന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ഒരു അടിയന്തരാവസ്ഥ നിലവിലുള്ള സമയം ഏതു വിഷയത്തിലും നിർദ്ദേശങ്ങൾ നൽകുവാനുള്ള അധികാരം കേന്ദ്രത്തിന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? സംസ്ഥാന സർക്കാരുകൾ പൂർണ്ണമായും കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിലായി മാറുന്നു. രണ്ടാമത്തെയാണ് നിയമനിർമ്മാണം അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ്. ഒരു ദേശീയ അടിയന്തരാവസ്ഥ നിലവിലുള്ള സമയം പാർലമെന്റിന് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഏതൊരു വിഷയത്തിലും നിയമങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം ലഭിക്കുന്നതാണ്. സംസ്ഥാന നിയമസഭകളുടെ നിയമനിർമ്മാണ അധികാരം പൂർണ്ണമായും റദ്ദ് ചെയ്യപ്പെടുന്നില്ല എങ്കിലും പക്ഷെ അത് പാർലമെന്റിന്റെ പരമാധികാരത്തിന് കീഴിലായി മാറുകയും ചെയ്യും. ചുരുക്കത്തിൽ നമുക്ക് തൽക്കാലം അതിനെ ഇങ്ങനെ പറയാം: കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള സാധാരണ നിയമനിർമ്മാണ അധികാര വിതരണം ഈ സമയത്ത് താൽക്കാലികമായി നിർത്തലാക്കപ്പെടുന്നു. ഇതിലൂടെ ഭരണഘടനയുടെ ഫെഡറൽ സിസ്റ്റം എന്നുള്ളത് യൂണിറ്ററിയായി മാറുന്ന ഒരു സാഹചര്യത്തിൽ എത്തിപ്പെടുന്നു. ഈ സമയത്ത് പാർലമെന്റ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടാക്കുന്ന നിയമങ്ങൾക്ക് അടിയന്തരാവസ്ഥ അവസാനിച്ച ശേഷം 6 മാസം വരെ മാത്രമേ പ്രാബല്യത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം അവ തനിയെ അസാധു ആകുന്നതുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: അടിയന്തരാവസ്ഥ കാലത്ത് പാർലമെന്റ് സമ്മേളിക്കാത്ത ഒരു അവസ്ഥയുണ്ടെന്ന് വിചാരിക്കുക. ഈ സമയം രാഷ്ട്രപതിക്ക് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാനുള്ള അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ഈ കാലയളവിൽ പാർലമെന്റിന്റെ യൂണിയൻ ലിസ്റ്റിന് പുറത്തുള്ള വിഷയങ്ങളിൽ പോലും കേന്ദ്രത്തിനോ അതിൻ്റെ ഉദ്യോഗസ്ഥർക്കോ അധികാരങ്ങളും ചുമതലകളും വീതിച്ച് നൽകുവാനും സാധിക്കുന്നതാണ്. 42ാമത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ച് എക്സിക്യൂട്ടീവിലും ലെജിസ്ലേറ്റീവിലും വരുത്തുന്ന ഈ മാറ്റങ്ങൾ അടിയന്തരാവസ്ഥ നിലവിലുള്ള സംസ്ഥാനങ്ങൾക്ക് മാത്രമല്ല മറ്റ് ഏതൊരു സംസ്ഥാനത്തിനും ബാധകമായി മാറുന്നതുമാണ്. മൂന്നാമത്തതാണ് സാമ്പത്തികമായ കാര്യങ്ങൾ. ഒരു ദേശീയ അടിയന്തരാവസ്ഥ നിലവിലുള്ളപ്പോൾ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള വരുമാന വിതരണം ഭരണഘടനാപരമായി ഭേദഗതി ചെയ്യുവാൻ രാഷ്ട്രപതിക്ക് അധികാരം ലഭിക്കുന്നതാണ്. അതായത് കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനങ്ങളിലേക്കുള്ള സാമ്പത്തിക സഹായം കുറയ്ക്കുന്നതിനോ പൂർണ്ണമായും നിർത്തലാക്കുന്നതിനോ രാഷ്ട്രപതിക്ക് തീരുമാനമെടുക്കാം. ഈ ഭേദഗതി അടിയന്തരാവസ്ഥ അവസാനിക്കുന്ന സാമ്പത്തിക വർഷത്തിന്റെ അവസാനം വരെ തുടർന്ന് പോരുകയും ചെയ്യാം. രാഷ്ട്രപതിയുടെ ഇത്തരം എല്ലാ ഉത്തരവുകളും പാർലമെന്റിന്റെ ഇരുസഭകളിലും അവതരിപ്പിക്കേണ്ടതായുമുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അടിയന്തരാവസ്ഥ കാലത്ത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് വിശദമായി പഠിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ അടുത്തറിയുവാനായി പോകുന്നത് ഒരു ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് നമ്മുടെ ജനാധിപത്യ ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായ ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധിയിൽ എന്ത് മാറ്റങ്ങളാണ് വരുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഒന്നാമതായി ലോക്സഭയുടെ കാലാവധിയിൽ വരുന്ന മാറ്റങ്ങളാണ്. ഒരു ദേശീയ അടിയന്തരാവസ്ഥ നിലവിലുള്ളപ്പോൾ ലോക്സഭയുടെ സാധാരണ കാലാവധി, അതായത് 5 വർഷം എന്നത് പാർലമെന്റിന് ഒരു നിയമത്തിലൂടെ നീട്ടുവാനായി സാധിക്കും. ഈ കാലാവധി ഒരു സമയം 1 വർഷത്തേക്ക് വീതം എത്ര കാലത്തേക്കാണേലും
നീട്ടുവാനായി സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് 1971 മുതൽ 1977 വരെ ഉണ്ടായിരുന്ന 5-ാം ലോക്സഭയുടെ കാലാവധി അടിയന്തരാവസ്ഥ കാലത്ത് 1 വർഷം വീതം 2 തവണ നീട്ടുകയുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു വ്യവസ്ഥ കൂടെയുണ്ട്. അടിയന്തരാവസ്ഥ അവസാനിച്ചു കഴിഞ്ഞാൽ ഈ കാലാവധി നീട്ടൽ പരമാവധി 6 മാസത്തിൽ കൂടുതൽ തുടരുവാനായി സാധിക്കുന്നതല്ല. അതായത് അടിയന്തരാവസ്ഥ അവസാനിച്ചാൽ 6 മാസത്തിനുള്ളിൽ പുതിയ തിരഞ്ഞെടുപ്പ് നടത്തി പുതിയ ലോക്സഭ രൂപീകരിക്കേണ്ടതായുണ്ട്. രണ്ടാമതായി സംസ്ഥാന നിയമസഭകളുടെ കാലാവധിയിൽ വരുന്ന മാറ്റങ്ങളാണ്. ലോക്സഭയുടെ കാര്യത്തിൽ എന്ന പോലെ തന്നെ ഒരു ദേശീയ അടിയന്തരാവസ്ഥ നിലവിലുള്ളപ്പോൾ സംസ്ഥാന നിയമസഭകളുടെ സാധാരണ കാലാവധി, അതായത് 5 വർഷം എന്നത് പാർലമെന്റിന് നീട്ടുവാനായി സാധിക്കും. ഇവിടെയും ഒരു സമയം 1 വർഷത്തേക്ക് വീതം എത്ര കാലത്തേക്ക് വേണമെങ്കിലും നീട്ടുവാനായി സാധിക്കുന്നതാണ്. ഈ കാലാവധി നീട്ടലും അടിയന്തരാവസ്ഥ അവസാനിച്ചു കഴിഞ്ഞാൽ പരമാവധി 6 മാസത്തിൽ കൂടുതൽ പിന്നീട് അവർക്ക് തുടരുവാനായി സാധിക്കുന്നതുമല്ല. ചുരുക്കത്തിൽ നമുക്കതിനെ ഇങ്ങനെ പറയാം: അടിയന്തരാവസ്ഥ കാലത്ത് നിയമനിർമ്മാണ സഭകളുടെ കാലാവധി നീട്ടുവാനുള്ള അധികാരം പാർലമെന്റിനുണ്ട്. പക്ഷെ അടിയന്തരാവസ്ഥ കഴിഞ്ഞാൽ 6 മാസത്തിൽ കൂടുതൽ അവർക്ക് തുടരുവാനായി സാധിക്കുന്നതല്ല. അത് കഴിയുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതായുണ്ട്. ഇന്ന് നമ്മൾ അടുത്തറിയുവാനായി പോകുന്നത് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും സാധാരണക്കാരനെ നേരിട്ട് ബാധിക്കുന്നതുമായ മൗലിക അവകാശങ്ങളിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 358 ആർട്ടിക്കിൾ 359 ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ. ആർട്ടിക്കിൾ 358 ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 പറയുന്ന മൗലിക അവകാശങ്ങളുടെ സസ്പെൻഷനെ കുറിച്ച് പറയുമ്പോൾ, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 359 മൗലിക അവകാശങ്ങളുടെ സസ്പെൻഷനെ കുറിച്ച്, അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 20 21 ഒഴികെയുള്ള മറ്റ് മൗലിക അവകാശങ്ങളുടെ സസ്പെൻഷനെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 358 അനുസരിച്ച് ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ആർട്ടിക്കിൾ 19 ഉറപ്പ് നൽകുന്ന 6 മൗലിക അവകാശങ്ങൾ തനിയെ സസ്പെൻഡ് ചെയ്യപ്പെടുന്നതാണ്. ഇതിനായി പ്രത്യേകിച്ച് ഒരു ഉത്തരവും പുറപ്പെടുവിക്കേണ്ട ആവശ്യമില്ല. മാത്രവുമല്ല, അടിയന്തരാവസ്ഥ നിലവിലുള്ളപ്പോൾ ആർട്ടിക്കിൾ 19 ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളിൽ നിന്ന് സ്റ്റേറ്റ് തനിയെ മുക്തമാകുകയും ഇത് പ്രകാരം ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളെ ഇല്ലാതാക്കുകയോ ലംഘിക്കുകയോ ചെയ്യുന്ന ഏത് നിയമം ഉണ്ടാക്കുവാനും ഏത് എക്സിക്യൂട്ടീവ് നടപടികൾ സ്വീകരിക്കുവാനും സ്റ്റേറ്റിന് കഴിയുന്നതുമാണ്. ഈ നിയമങ്ങളെയോ എക്സിക്യൂട്ടീവ് നടപടികളെയോ ആർട്ടിക്കിൾ 19 പൊരുത്തപ്പെടുന്നില്ല എന്ന പേരിൽ കോടതികളെ ചോദ്യം ചെയ്യുവാനും സാധിക്കുന്നതല്ല. മാത്രവുമല്ല, അടിയന്തരാവസ്ഥ അവസാനിക്കുന്ന സമയം ആർട്ടിക്കിൾ 19 പ്രാബല്യത്തിൽ വരികയും എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് ചെയ്ത കാര്യങ്ങൾക്ക് പിന്നീട് ഒരു പരിഹാരവും ലഭിക്കുന്നതായിരിക്കില്ല. അതായത് അടിയന്തരാവസ്ഥ അവസാനിച്ച ശേഷം അക്കാലത്ത് നടന്ന നിയമനിർമ്മാണങ്ങളെയോ എക്സിക്യൂട്ടീവ് നടപടികളെയോ പിന്നീട് ചോദ്യം ചെയ്യുവാനായി സാധിക്കുന്നതല്ല എന്ന് ചുരുക്കം. ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് 44ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്. 44ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് പ്രകാരം ആർട്ടിക്കിൾ 358 വ്യാപ്തി 2 രീതിയിലാക്കി പരിമിതപ്പെടുത്തുകയുണ്ടായി. ദേശീയ അടിയന്തരാവസ്ഥ യുദ്ധത്തിൻ്റെയോ ബാഹ്യമായ ആക്രമണത്തിൻ്റെയോ പേരിൽ പ്രഖ്യാപിച്ചാൽ മാത്രമേ ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ചെയ്യപ്പെടുകയുള്ളൂ. സായുധ കലാപം അല്ലെങ്കിൽ ആംഡ് റെബലിയന്റെ പേരിൽ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ചെയ്യപ്പെടുന്നില്ല. രണ്ടാമതായി, അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾക്ക് മാത്രമേ നിയമസംരക്ഷണം ലഭിക്കുകയുള്ളൂ. മറ്റ് നിയമങ്ങൾക്ക് ഇതൊട്ട് ബാധകവുമല്ല. കൂടാതെ മറ്റ് നിയമങ്ങൾക്ക് കീഴിലെടുക്കുന്ന എക്സിക്യൂട്ടീവ് നടപടികൾ വേണമെങ്കിൽ ചോദ്യം ചെയ്യപ്പെടാം. ആർട്ടിക്കിൾ 359 അനുസരിച്ച് ഒരു ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ കോടതിയെ സമീപിക്കുവാനുള്ള അവകാശം
സസ്പെൻഡ് ചെയ്യുവാനായി രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നു. ഇവിടെ ഒരു പ്രധാന വ്യത്യാസമുള്ളത് ആർട്ടിക്കിൾ 358 മൗലികാവകാശം നേരിട്ട് സസ്പെൻഡ് ചെയ്യപ്പെടുമ്പോൾ ആർട്ടിക്കിൾ 359 അവകാശങ്ങൾ നേരിട്ട് സസ്പെൻഡ് ചെയ്യപ്പെടുന്നില്ല. മറിച്ച് അവ നടപ്പിലാക്കുവാൻ കോടതിയെ സമീപിക്കുവാനുള്ള അവകാശം മാത്രമാണ് സസ്പെൻഡ് ചെയ്യപ്പെടുന്നത്. അതായത് അവകാശങ്ങൾ അവിടെ നിലവിലുണ്ടെങ്കിലും പക്ഷേ അതിന് പരിഹാരം തേടുവാനുള്ള അവകാശം സസ്പെൻഡ് ചെയ്യപ്പെടുന്നു. രാഷ്ട്രപതിയുടെ ഒരു പ്രത്യേക ഉത്തരവിലൂടെയാണ് ഇത് നടപ്പിലാക്കപ്പെടുന്നത്. ഈ ഉത്തരവിൽ എന്തൊക്കെ മൗലിക അവകാശങ്ങളാണ് സസ്പെൻഡ് ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യണം. ഈ ഉത്തരവ് രാജ്യത്തിന് മുഴുവനായിട്ടാണോ അതല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് മാത്രമായിട്ടാണോ ബാധകമെന്നും ഈ കൂടെ വ്യക്തമാക്കുകയും ചെയ്യണം. ഈ ഉത്തരവ് പാർലമെന്റിന്റെ ഇരുസഭകളും അംഗീകരിക്കേണ്ടതും ആവശ്യമായുണ്ട്. ഇവിടെയും പ്രധാനപ്പെട്ട ഒരു ഭേദഗതിയുണ്ടായി. 44ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിൽ ആർട്ടിക്കിൾ 359 വ്യാപ്തി 2 രീതിയിൽ പരിമിതപ്പെടുത്തുകയുണ്ടായി. രാഷ്ട്രപതിക്ക് ആർട്ടിക്കിൾ 20 ആർട്ടിക്കിൾ 21 ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കുവാനായി കോടതിയെ സമീപിക്കുവാനുള്ള അവകാശം സസ്പെൻഡ് ചെയ്യുവാനായി കഴിയുകയില്ല. ഇതിനർത്ഥം കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുന്നതിൽ നിന്നുള്ള സംരക്ഷണം നൽകുന്നതിനുള്ള അവകാശം ആർട്ടിക്കിൾ 20 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം നൽകുന്ന ആർട്ടിക്കിൾ 21 അടിയന്തരാവസ്ഥ കാലത്തും നിലനിൽക്കുന്നതാണ്. ആർട്ടിക്കിൾ 358 പോലെ തന്നെ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾക്ക് മാത്രമേ ഈ സംരക്ഷണം ലഭിക്കുകയുള്ളൂ. മറ്റ് നിയമങ്ങൾക്കും എക്സിക്യൂട്ടീവ് നടപടികൾക്കും ഈ പരിരക്ഷ ലഭിക്കുകയുമില്ല. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അടിയന്തരാവസ്ഥ മൗലിക അവകാശങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. ആർട്ടിക്കിൾ 358 ആർട്ടിക്കിൾ 359 ആസ്പദമാക്കി. പക്ഷേ ഈ 2 ആർട്ടിക്കിളുകളും തമ്മിൽ ചില പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളുണ്ട്. അവ പരീക്ഷകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നുമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 358 ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 മൗലിക അവകാശങ്ങൾ തനിയെ സസ്പെൻഡ് ചെയ്യപ്പെടുന്നതാണ്. ഇതിന് ഒരു പ്രത്യേക ഉത്തരവിൻ്റെ ആവശ്യമില്ല. എന്നാൽ പക്ഷേ ആർട്ടിക്കിൾ 359 ഇതൊരു മൗലിക അവകാശത്തെയും തനിയെ സസ്പെൻഡ് ചെയ്യുന്നില്ല. മറിച്ച് രാഷ്ട്രപതിക്ക് ഒരു പ്രത്യേക ഉത്തരവിലൂടെ നിർദ്ദിഷ്ട മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കുവാനുള്ള അവകാശം സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമാണ് നൽകുന്നത്. മാത്രവുമല്ല ആർട്ടിക്കിൾ 358 ഇത് എക്സ്റ്റേണൽ അഗ്രഷന്റെ പേരിലോ അല്ലെങ്കിൽ യുദ്ധം അല്ലെങ്കിൽ വാറിന്റെ പേരിലോ മാത്രമേ പ്രവർത്തിപ്പിക്കുവാനായി സാധിക്കുകയുള്ളൂ. ആംഡ് റെബലിയൻ അല്ലെങ്കിൽ ഇന്റേണൽ ഡിസ്റ്റർബൻസസ് അല്ലെങ്കിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ സായുധ കലാപത്തിന്റെ പേരിൽ നടപ്പിലാക്കുമ്പോൾ ഇത് ബാധകമല്ല. ആർട്ടിക്കിൾ 359 ആകട്ടെ ഇത് ബാഹ്യമായ ഏതൊരു ആക്രമണം നടക്കുകയാണോ, ഒരു യുദ്ധത്തിന്റെ കാര്യമോ എക്സ്റ്റേണൽ അഗ്രഷന്റെ കാര്യമോ സായുധ കലാപം അല്ലെങ്കിൽ ആംഡ് റെബലിയനോ ആഭ്യന്തര അടിയന്തരാവസ്ഥയുടെ കാലത്തോ ഒരുപോലെ തന്നെ പ്രവർത്തിക്കുന്നു. അടുത്തതായി ആർട്ടിക്കിൾ 358 അടിയന്തരാവസ്ഥയുടെ മുഴുവൻ കാലയളവിലേക്കും ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ചെയ്യപ്പെടുന്ന സമയം ആർട്ടിക്കിൾ 359 പ്രകാരം രാഷ്ട്രപതിയുടെ ഉത്തരവിൽ പറയുന്ന കാലയളവിലേക്ക് മാത്രമാണ് സസ്പെൻഡ് ചെയ്യപ്പെടുക. ഈ കാലയളവ് അടിയന്തരാവസ്ഥയുടെ മുഴുവൻ കാലമാകാം അല്ലെങ്കിൽ അതിനേക്കാൾ കുറവുമാകാം. അടുത്തൊരു പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ്. ആർട്ടിക്കിൾ 358 വ്യാപ്തി രാജ്യത്തേക്ക് മുഴുവനായും ബാധകമാണ്. എന്നാൽ ആർട്ടിക്കിൾ 359 ആകട്ടെ ഇത് രാജ്യത്തിന് മുഴുവനായോ അതുമല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രമായി പരിമിതിപ്പെടുത്തുവാനായി സാധിക്കുന്നതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആർട്ടിക്കിൾ 358 ഇത് ആർട്ടിക്കിൾ 19 പൂർണ്ണമായും സസ്പെൻഡ് ചെയ്യുന്നു. എന്നാൽ ആർട്ടിക്കിൾ 359 ആകട്ടെ ഇത് ആർട്ടിക്കിൾ 20 ആർട്ടിക്കിൾ 21 നടപ്പിലാക്കുവാനുള്ള അവകാശം സസ്പെൻഡ് ചെയ്യുവാനായി രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നില്ല. ഈ 2 അവകാശങ്ങളും എല്ലാ സാഹചര്യങ്ങളിലും നിലനിന്ന് പോരുന്നതുമാണ്.
അടുത്തതായി ആർട്ടിക്കിൾ 358 ആർട്ടിക്കിൾ 19 പൊരുത്തപ്പെടാത്ത ഏതൊരു നിയമം ഉണ്ടാക്കുവാനോ എക്സിക്യൂട്ടീവ് നടപടികൾ സ്വീകരിക്കുവാനോ സ്റ്റേറ്റിനെ പ്രാപ്തമാക്കുന്നു. എന്നാൽ ആർട്ടിക്കിൾ 359 രാഷ്ട്രപതിയുടെ ഉത്തരവിൽ സസ്പെൻഡ് ചെയ്ത മൗലിക അവകാശങ്ങളുമായി പൊരുത്തപ്പെടാത്ത നിയമങ്ങൾ ഉണ്ടാക്കുവാനും എക്സിക്യൂട്ടീവ് നടപടികൾ സ്വീകരിക്കുവാനും സ്റ്റേറ്റിനെ പ്രാപ്തമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഈ രണ്ട് ആർട്ടിക്കിളും തമ്മിൽ ഒരു പ്രധാനപ്പെട്ട സാമ്യമുണ്ട്. അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾക്ക് മാത്രമേ ഈ രണ്ട് ആർട്ടിക്കിളുകളും സംരക്ഷണം നൽകുന്നുള്ളൂ. മറ്റ് നിയമങ്ങൾക്കോ അവയുടെ കീഴിലെടുക്കുന്ന എക്സിക്യൂട്ടീവ് നടപടികൾക്കോ ഈ സംരക്ഷണം ലഭിക്കുന്നുമില്ല. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രധാന നിയമങ്ങളും ആർട്ടിക്കിളുകളും പഠിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ അടുത്തറിയുവാനായി പോകുന്നത് ഇന്ത്യയിൽ ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ദേശീയ അടിയന്തരാവസ്ഥയുടെ ചരിത്രത്തെക്കുറിച്ചാണ്. ഈ അടിയന്തരാവസ്ഥകൾ ഏതൊക്കെ സാഹചര്യങ്ങളിലായിരുന്നു, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുകൂടെ നമുക്ക് അടുത്തറിയാം. ഇന്ത്യയിൽ ഇന്നുവരെ 3 ദേശീയ അടിയന്തരാവസ്ഥകളാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. 1962, 1971, 1975 എന്നീ വർഷങ്ങളിലായിട്ട്. ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ 1962. ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ 1962 ഒക്ടോബർ മാസം ചൈന ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി അഥവാ NEFA-യിൽ, അതായത് നമുക്ക് പറയുകയാണെങ്കിൽ ഇന്നത്തെ അരുണാചൽ പ്രദേശ് ഭാഗത്ത് ആക്രമണം നടത്തിയതിനെ തുടർന്നായിരുന്നു. ഈ അടിയന്തരാവസ്ഥ 1968 ജനുവരി വരെ നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ 1965 പാകിസ്ഥാനെതിരെയുള്ള യുദ്ധം നടന്ന സമയത്ത് ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടത് ആവശ്യമായി വന്നില്ല. രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ 1971 ഡിസംബർ മാസം പാകിസ്ഥാനെ ആക്രമണത്തെ തുടർന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ അടിയന്തരാവസ്ഥ നിലവിലിരിക്കുമ്പോൾ തന്നെ മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ 1975 പ്രഖ്യാപിച്ചു. ഈ രണ്ട് അടിയന്തരാവസ്ഥകളും, രണ്ടാമത്തെയും മൂന്നാമത്തെയും അടിയന്തരാവസ്ഥകൾ 1977 മാർച്ച് മാസം പിൻവലിക്കുകയും ചെയ്തു. മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ 1975 പ്രഖ്യാപിച്ച മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾക്ക് വഴിവെക്കുകയുണ്ടായി. ആദ്യത്തെ രണ്ട് അടിയന്തരാവസ്ഥകളും ബാഹ്യമായ ആക്രമണം അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഗ്രഷൻ എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ് നടത്തിയതെങ്കിൽ മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥയ്ക്ക് കാരണമായി മാറിയത് ഇന്റേണൽ ഡിസ്റ്റർബൻസസ് അല്ലെങ്കിൽ ആഭ്യന്തര കലഹം എന്നു പറഞ്ഞുകൊണ്ടായിരുന്നു. ഈ സമയത്ത് ചില വ്യക്തികൾ പോലീസിനെയും സൈന്യത്തെയും അവരുടെ കടമകൾ നിർവഹിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നു എന്ന ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് ആഭ്യന്തര കലഹത്തിൻ്റെ പേരിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ഇതിന് ഒരു മറുവാദം കൂടിയുണ്ട്. ഇതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി കൃത്രിമം കാണിച്ചു എന്ന പേരിൽ ഒപ്പോസിഷന്റെ ഭാഗത്തു നിന്നും ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സമരങ്ങളും സ്ട്രൈക്കുകളും നടത്തുന്നുണ്ടായിരുന്നു. ഇതിനെ അടിച്ചമർത്തുവാനായിട്ടാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്ന് വലിയ രീതിയിൽ ചരിത്രപരമായിട്ടുള്ള ആരോപണങ്ങൾ മറുവശത്തുമുണ്ട്. 1975 ഈ ആഭ്യന്തര അടിയന്തരാവസ്ഥ അധികാരങ്ങളുടെ ദുരുപയോഗമാണെന്നുള്ള വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നു വന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി നയിച്ച കോൺഗ്രസ് പാർട്ടിക്ക് വലിയ പരാജയം നേരിടുകയും ജനതാ പാർട്ടി അധികാരത്തിലെത്തുകയും ചെയ്തു. അങ്ങനെ 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെക്കുറിച്ച് പഠിക്കുവാനായി ഷാ കമ്മീഷനെ നിയമിക്കുകയും ചെയ്തു. അടിയന്തരാവസ്ഥയ്ക്ക് കാരണമായ സാഹചര്യങ്ങൾ അന്വേഷിക്കുകയും ഈ കമ്മീഷൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ന്യായീകരിക്കുവാനായി സാധിക്കുകയില്ല എന്നുള്ള റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഈ റിപ്പോർട്ടിനെ തുടർന്ന് അടിയന്തരാവസ്ഥ വ്യവസ്ഥകളുടെ ദുരുപയോഗം തടയുന്നതിനായി
നിരവധി സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 1978 44ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി ലോക്സഭ പാസാക്കുകയും ചെയ്തു. ഈ ഭേദഗതിയെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ വിശദമായി തന്നെ പഠിക്കുകയുണ്ടായിരുന്നു. ആഭ്യന്തര കലഹം എന്ന വാക്ക് മാറ്റി സായുധ കലാപം എന്നാക്കിയതും പ്രധാനമന്ത്രിയുടെ ഉപദേശത്തിൽ മാത്രം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ കഴിയുകയില്ല എന്ന വ്യവസ്ഥ ഈ നിയമത്തിലൂടെ കൊണ്ടുവന്നതും തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് വിശദമായി തന്നെ പഠിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ അടിയന്തരാവസ്ഥാ വ്യവസ്ഥകളിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗമായ രാഷ്ട്രപതി ഭരണം അല്ലെങ്കിൽ പ്രസിഡൻസ് റൂളിനെ കുറിച്ചാണ് പഠിക്കുവാനായി പോകുന്നത്. ഇതിന് നമ്മൾ സ്റ്റേറ്റ് എമർജൻസി അഥവാ സംസ്ഥാന അടിയന്തരാവസ്ഥ എന്നോ ഭരണഘടനാ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ പക്ഷേ ഒരു കാര്യം വ്യക്തമായി ഓർക്കുക, ഈ സാഹചര്യത്തെ വിശേഷിപ്പിക്കുവാനായി നമ്മുടെ ഭരണഘടനയിൽ ഒരിടത്തു പോലും അടിയന്തരാവസ്ഥ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. ഇനി എപ്പോഴാണ് ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത്? അതിന് രണ്ട് പ്രധാന കാരണങ്ങളുണ്ട്. ആദ്യമായി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 355 കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായുണ്ട്. ഈ ആർട്ടിക്കിൾ അനുസരിച്ച് ഓരോ സംസ്ഥാനത്തിലെയും ഭരണം ഭരണഘടനയിലെ വ്യവസ്ഥകൾക്കനുസരിച്ചാണ് നടക്കുന്നത് എന്നുറപ്പു വരുത്തുവാനായി കേന്ദ്രത്തിന് ഒരു ചുമതലയുണ്ട്. ഈ ചുമതല നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു സംസ്ഥാനത്ത് ഭരണഘടനാ സംവിധാനം തകരാറിലാകുകയാണെങ്കിൽ ആർട്ടിക്കിൾ 356 ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്രം ആ സംസ്ഥാനത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുന്നതായിരിക്കും. ഇനി രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുവാനായി രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന രണ്ട് ആർട്ടിക്കിളുകൾ കൂടിയുണ്ട്. അവ എന്തൊക്കെയാണ് എന്നുകൂടെ നമുക്ക് നോക്കാം. ഒന്നാമതായി ആർട്ടിക്കിൾ 356 ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം ഭരണഘടനയിലെ വ്യവസ്ഥകൾക്കനുസരിച്ച് മുൻപോട്ട് കൊണ്ടുപോകുവാനായി സാധിക്കാത്ത ഒരു സാഹചര്യം ഉടലെടുത്തു എന്ന് രാഷ്ട്രപതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുവാനായി സാധിക്കും. ഈ സാഹചര്യം സംസ്ഥാനത്തെ ഗവർണറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലോ അതുമല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് സ്വമേധയോ തീരുമാനമെടുക്കുവാനായി സാധിക്കുന്നതാണ്. അതായത് ഗവർണറുടെ റിപ്പോർട്ട് എല്ലായ്പ്പോഴും നിർബന്ധമില്ല എന്ന് ചുരുക്കം. രണ്ടാമതായി ആർട്ടിക്കിൾ 365 പ്രകാരം ഒരു സംസ്ഥാനം കേന്ദ്രത്തിൽ നിന്നുള്ള ഏതെങ്കിലും നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുകയാണെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ ഭരണം ഭരണഘടനാപരമായ വ്യവസ്ഥകൾക്ക് അനുസരിച്ചല്ല നടക്കുന്നത് എന്ന് കരുതുവാനായി രാഷ്ട്രപതിക്ക് നിയമപരമായി സാധിക്കുന്നതാണ്. ഈ സാഹചര്യത്തിലും രാഷ്ട്രപതിക്ക് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുവാനായി സാധിക്കും. ഈ രണ്ട് ആർട്ടിക്കിളുകളും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ആർട്ടിക്കിൾ 356 പൊതുവായ സാഹചര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആർട്ടിക്കിൾ 365 കേന്ദ്രത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത സാഹചര്യത്തെ എടുത്തു പറയുന്നു. ചുരുക്കത്തിൽ ഒരു സംസ്ഥാനത്ത് ഭരണഘടനാപരമായ സംവിധാനം തകരുമ്പോൾ മാത്രമാണ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുവാനായി സാധിക്കുന്നത്. ഇതിനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകുന്ന ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ 356 ആർട്ടിക്കിൾ 365. ഈ രണ്ട് ആർട്ടിക്കിളുകളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ പ്രത്യേകം എടുത്ത് പഠിക്കേണ്ടതായുമുണ്ട്. അപ്പോൾ രാഷ്ട്രപതി ഭരണത്തെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ഞാൻ ഈ വീഡിയോയിലൂടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് രാഷ്ട്രപതി ഭരണത്തിൻ്റെ പാർലമെൻ്ററി അപ്രൂവലും അതിൻ്റെ കാലാവധിയുമൊക്കെ ചർച്ച ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നതിനുള്ള കാരണങ്ങളെക്കുറിച്ച് പഠിക്കുകയുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുവാനായി പോകുന്നത് ആ പ്രഖ്യാപനത്തിന് പാർലമെൻറ്റ് എങ്ങനെയാണ് അംഗീകാരം നൽകുന്നത് എന്നും എത്ര കാലത്തേക്ക് അത് നിലനിൽക്കുമെന്നും എങ്ങനെയാണ് ഇത് റദ്ദാക്കുന്നത് എന്നുമുള്ള പ്രധാനപ്പെട്ട വ്യവസ്ഥകളെക്കുറിച്ചാണ്. ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആ പ്രഖ്യാപനത്തിൻ്റെ 2 മാസത്തിനുള്ളിൽ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും അംഗീകാരം നൽകിയിരിക്കണം. ഇവിടെ നമ്മൾ ഒരു പ്രത്യേക സാഹചര്യം കൂടി ഓർക്കേണ്ടതായുണ്ട്.
രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്ന സമയം ലോക്സഭ പിരിച്ചുവിട്ടിരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ പ്രഖ്യാപനത്തിന് അംഗീകാരം നൽകുന്നതിന് മുമ്പ് ലോക്സഭ പിരിച്ചുവിടുകയാണെങ്കിലോ എന്ത് സംഭവിക്കും എന്നുകൂടെ അറിയേണ്ടതായുണ്ട്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ രാജ്യസഭ പ്രഖ്യാപനത്തിന് അംഗീകാരം നൽകിയിട്ടുണ്ടെങ്കിൽ പുനഃസംഘടിച്ച പുതിയ ലോക്സഭയുടെ ആദ്യ യോഗം കഴിഞ്ഞ് 30 ദിവസം വരെ രാഷ്ട്രപതി ഭരണം നിലനിൽക്കുകയും ഈ 30 ദിവസത്തിനുള്ളിൽ പുതിയ ലോക്സഭ അംഗീകാരം നൽകുകയും ചെയ്യേണ്ടതാണ്. പാർലമെന്റിന്റെ ഇരു സഭകളും അംഗീകാരം നൽകി കഴിയുകയാണെങ്കിൽ രാഷ്ട്രപതി ഭരണം 6 മാസത്തേക്കു കൂടെ തുടർന്നു പോരുകയും ഈ ഭരണം പാർലമെന്റിന്റെ അംഗീകാരത്തോടെ ഓരോ 6 മാസം കൂടുമ്പോഴും നീട്ടുവാനും സാധിക്കും. എന്നാൽ ഇത് പരമാവധി 3 വർഷം വരെ മാത്രമേ നീട്ടുവാനായി സാധിക്കുകയുള്ളൂ. ഇവിടെയും ലോക്സഭ പിരിച്ചുവിട്ടിരിക്കുകയാണെങ്കിൽ രാജ്യസഭയുടെ അംഗീകാരത്തോടെ പുതിയ ലോക്സഭയുടെ ആദ്യ യോഗം കഴിഞ്ഞ് 30 ദിവസം വരെ കാലാവധി നിലനിൽക്കുന്നതാണ്. അടുത്തതായി, ഒരു രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നതിനോ അതിൻ്റെ തുടർച്ചയ്ക്കോ അംഗീകാരം നൽകുന്ന എല്ലാ പ്രമേയങ്ങളും പാർലമെന്റിന്റെ ഓരോ സഭയിലും സിമ്പിൾ മെജോറിറ്റി അല്ലെങ്കിൽ സാധാരണ ഭൂരിപക്ഷത്തോടു കൂടി പാസാക്കിയാൽ മതിയാകും. അതായത് സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ ഭൂരിപക്ഷം മതിയാകും എന്ന് ചുരുക്കം. നമ്മൾ ദേശീയ അടിയന്തരാവസ്ഥയ്ക്ക് പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമായിരുന്നു എന്ന് പഠിക്കുകയുണ്ടായി. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളിൽ ഒന്നാണ് രാഷ്ട്രപതി ഭരണത്തിന് സിമ്പിൾ മെജോറിറ്റി മതിയാകും, എന്നാൽ നാഷണൽ എമർജൻസിക്ക് സ്പെഷ്യൽ മെജോറിറ്റി വേണ്ടിവരുന്നതാണ്. ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം 1 വർഷത്തിൽ കൂടുതൽ നീട്ടുവാനായി പാർലമെന്റിന്റെ അധികാരത്തിന് 44ാം ഭരണഘടനാ ഭേദഗതി നിയമം ഒരു നിയന്ത്രണം കൊണ്ടുവരികയുണ്ടായി. അതായത് 1 വർഷത്തിന് ശേഷം ഓരോ 6 മാസം കൂടുമ്പോഴും രാഷ്ട്രപതി ഭരണം നീട്ടണമെങ്കിൽ ഇനി പറയുന്ന 2 വ്യവസ്ഥകൾ നിർബന്ധമായും പാലിച്ചിരിക്കണം. ഒന്നാമതായി, ഇന്ത്യയിൽ മുഴുവനായോ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ ഒരു ദേശീയ അടിയന്തരാവസ്ഥ നിലവിലുണ്ടായിരിക്കണം. രണ്ടാമതായി, ആ സംസ്ഥാനത്തിലെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ദുഷ്കരമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. ഈ 2 വ്യവസ്ഥകളും പാലിച്ചാൽ മാത്രമേ 1 വർഷത്തിന് ശേഷം രാഷ്ട്രപതിക്ക് വീണ്ടും രാഷ്ട്രപതി ഭരണം നീട്ടുവാനായി സാധിക്കുകയുള്ളൂ. ഇനി എങ്ങനെയാണ് ഒരു രാഷ്ട്രപതി ഭരണം റദ്ദ് ചെയ്യപ്പെടുന്നത്? ഒരു രാഷ്ട്രപതി ഭരണം ഏത് സമയത്തും തുടർന്നുള്ള ഒരു പ്രഖ്യാപനത്തിലൂടെ രാഷ്ട്രപതിക്ക് റദ്ദ് ചെയ്യുവാനായി സാധിക്കും. ഈ റദ്ദാക്കലിന് പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമൊട്ട് ഇല്ലതാനും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രാഷ്ട്രപതി ഭരണത്തിന്റെ കാലാവധിയും അംഗീകാരം ലഭിക്കുന്നതും ചർച്ച ചെയ്യുകയുണ്ടായി. ഇന്ന് നമ്മൾ പഠിക്കുവാനായി പോകുന്നത് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺസിക്വൻസസ് അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ്. ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുമ്പോൾ രാഷ്ട്രപതിക്ക് ഇനി പറയുന്ന അസാധാരണമായ അധികാരങ്ങൾ ലഭിക്കുന്നതാണ്. ഒന്നാമതായി, സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും ഗവർണർക്കോ സംസ്ഥാനത്തെ മറ്റ് ഏതെങ്കിലും എക്സിക്യൂട്ടീവ് അധികാരികൾക്കോ നിക്ഷിപ്തമായിട്ടുള്ള അധികാരങ്ങളും രാഷ്ട്രപതിക്ക് ഏറ്റെടുക്കുവാനായി സാധിക്കും. രണ്ടാമതായി, സംസ്ഥാന നിയമസഭയുടെ അധികാരങ്ങൾ പാർലമെന്റ് വിനിയോഗിക്കുമെന്ന് രാഷ്ട്രപതിക്ക് പ്രഖ്യാപിക്കുവാനായി സാധിക്കുന്നതാണ്. മൂന്നാമതായി, സംസ്ഥാനത്തെ ഏതെങ്കിലും സ്ഥാപനമോ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വ്യവസ്ഥകൾ താൽക്കാലികമായി നിർത്തലാക്കുന്നത് ഉൾപ്പെടെയുള്ള മറ്റ് എല്ലാ ആവശ്യമായ നടപടികളും രാഷ്ട്രപതിക്ക് സ്വീകരിക്കുവാനായി സാധിക്കുന്നതാണ്. അടുത്തതായി, ഭരണനിർവഹണത്തിൽ വരുന്ന മാറ്റങ്ങളാണ്. രാഷ്ട്രപതി ഭരണം ഏറ്റെടുക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന മന്ത്രിസഭയെ രാഷ്ട്രപതി പിരിച്ചുവിടുന്നു. ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം വരുന്ന സമയം ഡൽഹിയിലിരുന്നു കൊണ്ട് രാഷ്ട്രപതിക്ക് സംസ്ഥാനത്തെ നേരിട്ട് ഭരിക്കുവാനായി സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രപതിയുടെ പ്രതിനിധി എന്ന നിലയിൽ ഗവർണറായിരിക്കും സംസ്ഥാനത്തെ ഭരണപരമായ കാര്യങ്ങൾ നടപ്പിലാക്കുക. ഇതിനായി ഗവർണറെ സഹായിക്കുവാനായി സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയും അതുകൂടാതെ
രാഷ്ട്രപതി നിർദ്ദേശിക്കുന്ന പ്രത്യേക ഉപദേഷ്ടാക്കളും ഗവർണറെ ഇതിനായി സഹായിക്കുവാനായി കാണും. ഇവിടെ രാഷ്ട്രപതിക്ക് സംസ്ഥാന നിയമസഭയെ ഒന്നല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുവാനായി സാധിക്കും, അതല്ലെങ്കിൽ പിരിച്ച് വിടുവാനായി സാധിക്കും. ഈ സമയത്ത് സംസ്ഥാനത്തിനു വേണ്ടിയുള്ള നിയമനിർമ്മാണ ബില്ലുകളും സംസ്ഥാന ബഡ്ജറ്റും പാസാക്കുന്നത് പാർലമെന്റായിരിക്കും. രണ്ടാമതായി, പാർലമെന്റിനോ അതുമല്ലെങ്കിൽ നിയമനിർമ്മാണ അധികാരം കൈമാറ്റം ചെയ്യപ്പെട്ടാൽ രാഷ്ട്രപതിക്കോ മറ്റ് അധികാരികൾക്കോ സംസ്ഥാനത്തിനു വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ ആ നിയമങ്ങൾ നടപ്പിലാക്കുവാനായി കേന്ദ്ര സർക്കാരിനോ അതിൻ്റെ ഉദ്യോഗസ്ഥർക്കോ അതോറിറ്റികൾക്കോ പ്രത്യേക അധികാരങ്ങളും ചുമതലകളും നൽകുവാനായി സാധിക്കുന്നതാണ്. മൂന്നാമതായി, ലോകസഭ സമ്മേളിക്കാത്ത സമയങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്കായി പാർലമെന്റ് അംഗീകാരം നൽകുന്നതിനു മുൻപ് തന്നെ സംസ്ഥാനത്തെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പണം ചിലവഴിക്കുവാനായി രാഷ്ട്രപതിക്ക് അംഗീകാരം നൽകുന്നതാണ്. നാലാമതായി, പാർലമെന്റ് സമ്മേളിക്കാത്ത സമയങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ ഭരണത്തിന് ആവശ്യമായ ഓർഡിനൻസുകൾ പുറപ്പെടുവിപ്പിക്കുവാനായി, അതായത് താൽക്കാലിക നിയമങ്ങൾ പുറപ്പെടുവിപ്പിക്കുവാനായി രാഷ്ട്രപതിക്ക് സാധിക്കുന്നതായിരിക്കും. അങ്ങനെ കാലം മുന്നോട്ട് പോകുകയും അടിയന്തരാവസ്ഥ കഴിയുന്ന സാഹചര്യം വന്നെത്തിച്ചേരുകയാണെങ്കിൽ പാർലമെന്റോ രാഷ്ട്രപതിയോ അതുമല്ലെങ്കിൽ മറ്റ് അധികാരികൾ നിർമ്മിക്കുന്ന നിയമങ്ങൾ രാഷ്ട്രപതി ഭരണം അവസാനിച്ച ശേഷവും പ്രാബല്യത്തിൽ തുടരുന്നതായിരിക്കും. അതായത് അടിയന്തരാവസ്ഥയുടെ കാലാവധി അവസാനിക്കുന്നതിനനുസരിച്ച് ഈ നിയമങ്ങളുടെ പ്രാബല്യം അവസാനിക്കുന്നില്ല എന്ന് ചുരുക്കം. എങ്കിലും ഈ നിയമങ്ങൾ സംസ്ഥാന നിയമസഭയ്ക്ക് പിന്നീട് റദ്ദാക്കുവാനോ ഭേദഗതി ചെയ്യുവാനോ വീണ്ടും നിയമമാക്കുവാനോ സാധിക്കുന്നതുമായിരിക്കും. അടുത്തതായുള്ളതാണ് ഹൈക്കോടതിയുടെ അധികാരം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. രാഷ്ട്രപതിക്ക് സംസ്ഥാനത്തിൻ്റെ ഹൈക്കോടതിയിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരങ്ങൾ ഏറ്റെടുക്കുവാനോ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വ്യവസ്ഥകൾ താൽക്കാലികമായി നിർത്തലാക്കുവാനോ കഴിയുന്നത് ആയിരിക്കുകയില്ല. രാഷ്ട്രപതി ഭരണത്തിൻ്റെ സമയത്തും സംസ്ഥാന ഹൈക്കോടതികളുടെ ഭരണഘടനാപരമായ പദവിയും സ്ഥാനവും അധികാരങ്ങളും അതേപടി തന്നെ തുടർന്ന് പോരുകയും ചെയ്യും. അടിയന്തരാവസ്ഥ വ്യവസ്ഥകളിലെ മൂന്നാമത്തെ കാറ്റഗറിയാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ എമർജൻസി. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 360 ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഇതുവരെ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും നമ്മുടെ പരീക്ഷകൾക്ക് ഇതിൽ നിന്നും ചോദ്യം വരുവാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 360 അനുസരിച്ച് താഴെ പറയുന്ന ഒരു സാഹചര്യം രൂപം കൊണ്ടുവരികയാണ് എന്ന് രാഷ്ട്രപതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനായി സാധിക്കുന്നതാണ്. ഒന്നാമതായി, ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രത, അതായത് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കോ അതുമല്ലെങ്കിൽ ഇന്ത്യയുടെയോ അതിൻ്റെ ഭൂപ്രദേശങ്ങളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തിൻ്റെയോ ധനപരമായ വിശ്വസ്തതയ്ക്ക്, അതായത് ക്രെഡിറ്റ് ഓഫ് ഇന്ത്യക്ക് ഭീഷണി നേരിടുന്നു എന്ന് രാഷ്ട്രപതിക്ക് തൃപ്തിയാകുകയാണെങ്കിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനായി സാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ള സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനത്തിൽ രാഷ്ട്രപതിയുടെ അധികാരം ചോദ്യം ചെയ്യുവാനായി കോടതികൾക്ക് സാധിക്കുമോ? 38ാമത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് ഒരു വ്യവസ്ഥ കൊണ്ടുവരികയുണ്ടായി. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിൽ രാഷ്ട്രപതിയുടെ തൃപ്തി അന്തിമവും തീരുമാനപരവുമായിരിക്കും. ഏതെങ്കിലും കാരണത്താൽ ഒരു കോടതിയിലും ഇതിനെ ചോദ്യം ചെയ്യുവാനായി സാധിക്കുകയില്ല എന്നായിരുന്നു ആ വ്യവസ്ഥ. എന്നാൽ പക്ഷേ 1978 44ാമത് ഭരണഘടനാ ഭേദഗതി വരികയും ഈ വ്യവസ്ഥ നീക്കം ചെയ്യുകയും ചെയ്തു. ആയതിനാൽ തന്നെ ഇന്നത്തെ സ്ഥിതി ഇങ്ങനെയാണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിൽ രാഷ്ട്രപതിയുടെ തൃപ്തി എന്നത് ജുഡീഷ്യൽ റിവ്യൂവിന് അതീതമല്ല എന്നതാണ് ചുരുക്കം. അതായത് ദുരുദ്ദേശപരമായി പ്രഖ്യാപനം നടത്തുകയാണ് എന്ന് കോടതിക്ക് ബോധ്യമാകുകയാണെങ്കിൽ അതിലിടപെടുവാനായി സാധിക്കുന്നതാണ്. ഇനി അങ്ങനെയൊരു സാമ്പത്തിക അടിയന്തരാവസ്ഥ നിലവിൽ വരികയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും?
സാമ്പത്തിക അടിയന്തരാവസ്ഥ നിലവിൽ വരുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക കാര്യങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കണം, എങ്ങനെ സാമ്പത്തിക കാര്യക്ഷമത പാലിക്കണം എന്നതിനെക്കുറിച്ച് ഏതൊരു സംസ്ഥാനത്തിനും നിർദ്ദേശങ്ങൾ നൽകുവാനായി കേന്ദ്രത്തിന്റെ എക്സിക്യൂട്ടീവ് അധികാരം വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കൽ ആവശ്യമാണെന്ന് രാഷ്ട്രപതിക്ക് തോന്നുന്ന മറ്റ് ഏതൊരു നിർദ്ദേശവും ഏതൊരു സംസ്ഥാനത്തിനും നൽകുവാനായി സാധിക്കുന്നതാണ്. കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങളിൽ താഴെ പറയുന്ന വ്യവസ്ഥകൾ ഉൾപ്പെടുത്താവുന്നതാണ്. സംസ്ഥാനത്തിന് കീഴിൽ സേവനം അനുഷ്ഠിക്കുന്ന എല്ലാ വിഭാഗം ആളുകളുടെയോ ഏതെങ്കിലും വിഭാഗം ആളുകളുടെയോ ശമ്പളവും അലവൻസും കുറയ്ക്കുവാനായി നിർദ്ദേശിക്കാം. അതുപോലെ സംസ്ഥാന നിയമസഭ പാസാക്കുന്ന ധനകാര്യ ബില്ലുകളും മറ്റ് സാമ്പത്തിക ബില്ലുകളും രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി മാറ്റിവെക്കുവാനായി സാധിക്കും. അതുപോലെ തന്നെ രാഷ്ട്രപതിക്ക് കേന്ദ്രത്തിന് കീഴിൽ സേവനം അനുഷ്ഠിക്കുന്ന എല്ലാ വിഭാഗം ആളുകളുടെയോ ഏതെങ്കിലും വിഭാഗം ആളുകളുടെയോ ശമ്പളവും അലവൻസും കുറയ്ക്കുവാനായി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുവാനായി സാധിക്കുന്നതാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വ്യവസ്ഥ പ്രകാരം സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയും ജഡ്ജിമാരുടെ ശമ്പളവും അലവൻസും കുറയ്ക്കുവാനായി രാഷ്ട്രപതിക്ക് നിർദ്ദേശം നൽകുവാനായി സാധിക്കുമെന്നതാണ്. ഇത് പരീക്ഷകൾക്ക് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യവുമാണ്. കാരണം ജഡ്ജിമാരുടെ ശമ്പളം കുറയ്ക്കുന്നത് വളരെ അസാധാരണമായ ഒരു നടപടിയാണ്. ഈ വ്യവസ്ഥകളിലൂടെ സാമ്പത്തിക അടിയന്തരാവസ്ഥ നിലവിലുള്ളപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് മേൽ കേന്ദ്രത്തിന് പൂർണ്ണമായ നിയന്ത്രണം ലഭിക്കുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഒരംഗമായിരുന്ന എച്ച്.എൻ. കുൻസ്രു നിരീക്ഷിച്ചത് ഈ വ്യവസ്ഥകൾ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്വയംഭരണം അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഓട്ടോണമിക്ക് ഗുരുതരമായ ഭീഷണിയാണ് എന്നുള്ളതാണ്. എന്നാൽ ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതിൻ്റെ കാരണം ഡോക്ടർ ബി.ആർ. അംബേദ്കർ വിശദീകരിക്കുകയുണ്ടായി. ഈ ആർട്ടിക്കിൾ ഏകദേശം 1933 അമേരിക്കൻ ജനതയ്ക്ക് ഗ്രേറ്റ് ഡിപ്രഷൻ തുടർന്നുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറികടക്കുവാനായി അന്നത്തെ പ്രസിഡന്റ് രൂപം നൽകിയ നാഷണൽ റിക്കവറി ആക്ടിന്റെ മാതൃകയിലാണ് നമ്മൾ പിന്തുടർന്ന് പോരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതോടുകൂടി എമർജൻസി എന്നുള്ള ചാപ്റ്റർ ഇവിടെ കൺക്ലൂഡ് ആകുകയാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് അടുത്ത ചാപ്റ്റർ രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് കടക്കാം.